ഇപ്പം നേരത്തെ സൂചിപ്പിച്ച നേമത്തും വട്ടിയൂർക്കാവിലും അതുപോലെ തന്നെ കഴക്കൂട്ടത്തും മാത്രമല്ല, പാലക്കാട്ടും മാത്രമല്ല, കേരളത്തിലെ കാട്ടാക്കടയിലും മാത്രമല്ല, കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ചുമരെഴുത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ അവിടുത്തെ ഓരോ ഇൻചാർജിമാർ ചുമരെഴുതുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ മണ്ഡലം കമ്മിറ്റി ക്ഷണിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരും ചുമരെഴുത്ത് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചുമരെഴുതിയവരൊക്കെ സ്ഥാനാർത്ഥികളാകും എന്നാണെങ്കിൽ അഖിലേന്ത്യാ അധ്യക്ഷൻ തൃശ്ശൂരിൽ ചുമരെഴുതിയിട്ടുണ്ട്. അഖിലേന്ത്യാ അധ്യക്ഷൻ സ്ഥാനാർത്ഥിയാകാൻ യാതൊരു സാധ്യതയില്ലല്ലോ. അല്ല, ചുമരെഴുതി എന്നുള്ളതല്ല സ്ഥാനാർത്ഥിയാകുന്നതിന്റെ ഘടകം. ഇപ്പം നേരത്തെ ഇതേ ചോദ്യം ചുമരെഴുതിയ ശ്രീമതി ശ്രീലേഖ അവറുകളോട് ചോദിച്ചിട്ടുണ്ട്. അവരൊരു ഉത്തരം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ചുമരെഴുത്തും താമര വരയ്ക്കലും എല്ലാം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമാണ്. അതെല്ലായിടത്തും നടക്കുന്നുണ്ട്. 140 മണ്ഡലം നടന്നിട്ടുണ്ട്. ഇപ്പം പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയുടെ പേരൊഴിച്ച് ബാക്കി ചുമരെഴുത്ത് ഏതാണ്ട് പൂർത്തീകരിക്കാനായിട്ട് ചില മണ്ഡലങ്ങളിൽ ആരംഭിക്കുന്നുണ്ട്. ഇല്ല, ഓരോ ഘടകകക്ഷിയും അവരുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം, അതുപോലെ പൂർണ്ണ അവകാശം അതത് സംഘടനകൾക്കാണ്. ഞങ്ങൾ മറ്റ് ഘടകകക്ഷികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഞങ്ങൾ സാധാരണ ഇടപെടാറില്ല. അതാണ് LDFും UDFും NDAയും തമ്മിലുള്ള ഒരു അടിസ്ഥാനപരമായ വ്യത്യാസം. സ്വാഭാവികമായിട്ടും ഇവിടെ 140 മണ്ഡലങ്ങളിലും ഒരുമിച്ച് സ്ഥാനാർത്ഥികൾ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പൂർവ്വകാല ചരിത്രം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഓരോ ഘട്ടത്തിൽ എത്ര പേര് പ്രഖ്യാപിക്കും അത് അഖിലേന്ത്യാ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും ഒറ്റയടിക്ക് 140 പേരെ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. എനിക്കതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. സാധാരണ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും സ്ഥാനാർത്ഥിയെ നിർത്താറ്. അതിലാരെങ്കിലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇതുവരെ നടത്തിയതായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്കില്ല, ഒരു കീഴ്വഴക്കവും ഇല്ല. ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് CPM BJPയുമായിട്ടുള്ള ഒരു ബന്ധത്തെയാണ്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, കേരളത്തിൽ ഇപ്പോൾ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. അത് ഒരു BJPക്കും NDAക്കും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയസാധ്യതയാണുള്ളത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു വിസ്മയകരമായ രാഷ്ട്രീയ വിപ്ലവമാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് BJPക്ക് വിജയസാധ്യത എല്ലായിടത്തും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ വലിയൊരു അന്തർധാര, ഒരു സഖ്യം രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ പ്രഖ്യാപനം CPMൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി അദ്ദേഹം പരസ്യമായി പറഞ്ഞത് ഇത്തവണ ഞങ്ങളുടെ പോരാട്ടം കേരളത്തിൽ BJPക്കെതിരാണ്. അതേപോലെ ഈ കഴിഞ്ഞ ദിവസം BD സതീശനും K മുരളീധരനും രമേശ് ചെന്നിത്തലയും എല്ലാവരും പറഞ്ഞിരിക്കുന്നു ഇത്തവണ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ കുന്തമുന അത് BJPക്കെതിരായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് വിജയസാധ്യതയുള്ളയിടത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു സഖ്യം, സഹകരണം ഇപ്പോൾ ഓൾറെഡി രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ രാഹുൽ ഗാന്ധിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും അനുവാദവും ആ രാഷ്ട്രീയ സഖ്യത്തിനുണ്ട്. രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന സഖ്യമാണ് കേരളത്തിലും രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ഇതേവരെ അത് നമ്മുടെ അണിയറയിലായിരുന്നു. ഇപ്പോൾ അണിയറയിലുള്ള മാർക്സിസ്റ്റ് കോൺഗ്രസ് അവിശുദ്ധ സഖ്യം അരങ്ങത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചാലും കേരളത്തിലെ ജനങ്ങൾ BJPയെയും NDAയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും, 100% വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ ഈ രണ്ട് പാർട്ടികളെ തുടച്ചു നീക്കിയത്, അത് കേരളത്തിലും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യവും പ്രസക്തിയും.